ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ആ ടീം തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 സോണുകളാണ്. ആ 4 സോണുകളിൽ എത്ര സൈനികർ വേണം, അതിൽ NDRFന്റെ എത്ര അംഗങ്ങൾ വേണം, പോലീസിന്റെ എത്ര അംഗങ്ങൾ വേണം, അതുപോലെ തന്നെ കേരളത്തിന്റെ റെസ്ക്യൂ ടീമായ സന്നദ്ധ സംഘടനകളുടെ ഏതൊക്കെ പ്രവർത്തകരാണ് അവരുടെ പേര് വിവരങ്ങളടക്കം കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ബെയിലി പാലത്തിൽ നിന്നും അവരെ എല്ലാവരെയും കടത്തിവിട്ടത്. അതുപോലെ മാധ്യമപ്രവർത്തകർക്കും കൃത്യമായി പേര് നൽകി ആരൊക്കെ ഏതൊക്കെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ള കണക്കുകളൊക്കെ ശേഖരിച്ച ശേഷമാണ് അവരെയും അങ്ങോട്ട് കടത്തിവിടുന്നത്. അങ്ങനെ വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി ജില്ലാ ഭരണകൂടത്തിന്റെയും അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒക്കെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഒരു പൂർണ്ണമായ തിരച്ചിൽ എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെയാണ്. അങ്ങനെയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത്. ഒരുപക്ഷെ അത് ഇന്നത്തോടെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണോ എന്നും നമ്മൾ കരുതേണ്ടി വരും. എൽദോ. ശരി ഷബീർ, എന്നാലും ഷബീറാണ് രാവിലെ മുതൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ തത്സമയം നമ്മൾക്കായി വിവരിക്കുന്നത്. രക്ഷാദൗത്യം 5ാം ദിവസവും അത് ഊർജിതമായി ആരംഭിക്കുകയാണ്. സൈന്യം അവിടെ പ്രദേശത്ത് രക്ഷാദൗത്യത്തിനായി എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയൊരു ദൗത്യത്തിനാണ് ഇപ്പോൾ, വലിയൊരു ഓപ്പറേഷനാണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. നമ്മൾ ഒരു പക്ഷേ ആഗ്രഹിക്കാത്ത ഒരുപാട് നിമിഷങ്ങൾക്ക് നമ്മൾ അവിടെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. മുണ്ടക്കയിലും ചൂരൽമലയിലും നിന്നും നമുക്ക് കണ്ടെടുക്കേണ്ടി വന്ന മൃതദേഹങ്ങൾ, ആ കാഴ്ചകളൊക്കെ എങ്ങനെ മലയാളികൾക്ക് മറക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയുമേറെ പേർ ആ മണ്ണിനടിയിലുണ്ട് എന്നുള്ള വലിയ സത്യം കൂടി നമ്മൾ ഉൾക്കൊള്ളണം. ആ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് രക്ഷാദൗത്യം ഊർജിതമായി പുരോഗമിക്കുന്നത്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ രാവിലെ തന്നെ തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നു. സൈന്യവും ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ആ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാണ്. അതിരാവിലെ തന്നെ കാലാവസ്ഥ എന്തുമായിക്കോട്ടെ തങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് ഇപ്പോഴും ഒരു അലസതയുമില്ലാതെ ഒരു മടിയുമില്ലാതെ അവർ രാവിലെ തന്നെ അതിലേക്ക് എത്തുകയാണ്. വലിയ തോതിലുള്ള ഒരു രക്ഷാദൗത്യത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഒരുപക്ഷെ മറ്റെല്ലായിടത്തും നടക്കുന്ന ദുരന്തങ്ങളിൽ കേരളത്തിലെ രക്ഷാദൗത്യം അത് ഒരു മാതൃകയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാണാമറയത്ത് എത്രയോ പേർ ഇനിയുമുണ്ട് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു കണക്ക് വ്യക്തമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചാലിയാർ പുഴയിലും നിലമ്പൂരിലും ഇന്ന് തെരച്ചിൽ നടക്കും. 200-ലേറെ പേർ കാണാമറയത്തുണ്ട് എന്നുള്ളതാണ്. 5ാം ദിവസത്തെ തെരച്ചിൽ നടക്കുമ്പോൾ ആ കണക്കുകൾ ഒരുപക്ഷെ നമ്മളെ ഭീതിപ്പെടുത്തും. കണക്കുകൾ ഇനിയും ഉയരും, മരണനിരക്ക് ഇനിയും കൂടുമെന്നുള്ളതൊക്കെ ഉറപ്പായി നമ്മൾക്ക് ആശങ്ക നൽകുന്ന ഘടകങ്ങളാണ്. പക്ഷേ ആ ദൗത്യം നമുക്ക് ഉപേക്ഷിക്കാനാവില്ല, ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറാനും കഴിയില്ല. ഒരു നാടിനെ ഒന്നാകെ ഇല്ലാതാക്കിയ ഒരു വലിയ ദുരന്തമാണ് നമ്മൾ അതിജീവിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനം ഇനി മുന്നിലേക്ക് എന്ത് എന്നുള്ള വലിയ ചോദ്യമാണ്. പുനരധിവാസം അത് എത്രത്തോളം എങ്ങനെയൊക്കെ നടപ്പിലാക്കാൻ കഴിയും, സാധ്യമാകും എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ദുരന്തത്തിൽ അകപ്പെട്ടവരും അതിൽ നിന്ന് കരകയറിയെത്തിയവരുമൊക്കെ ഇനി മുന്നോട്ടെന്ത് എന്നുള്ള വലിയ ചോദ്യത്തിൽ പകച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ അപ്പോൾ പോലും ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോകുക എന്നുള്ളതിൽ മാത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രതീക്ഷ. സഹായഹസ്തവുമായി നിരവധി പേരാണ് എത്തുന്നത്. ഒരുപാട് പേർ, വിവിധ സന്നദ്ധ സംഘടനകൾ, വിവിധ സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും കൈയയച്ച സഹായവുമായി എത്തുന്നു. വയനാടിന് വേണ്ടി നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് കഴിയുന്ന മട്ടിൽ നമുക്കും സഹായം നൽകാം. സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാം. അതിൻ്റെ QR കോഡാണ്. ആ QR കോഡ് നിങ്ങളുടെ UPI ആപ്പ് വഴി സ്കാൻ ചെയ്താൽ നേരെ തന്നെ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ സംഭാവന കൈമാറുകയും ചെയ്യാം. ഇതുവരെ മരണം അത് കുത്തനെ ഉയരുന്നു. 206 മൃതദേഹങ്ങളും 134 ശരീരഭാഗങ്ങളും കണ്ടെടുത്തു എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരം. തിരിച്ചറിയാൻ കഴിയാത്ത ഏതാണ്ട് 74 മൃതദേഹങ്ങൾ ഇന്ന് പൊതു ശ്മശാനങ്ങളിൽ സംസ്കരിക്കുമെന്നുള്ളതും പ്രാദേശിക ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ച് ഇന്ന് തെരച്ചിൽ നടക്കും. കാരണം നമുക്കറിയാവുന്നതല്ലേ, പുഞ്ചിരിമട്ടത്താണ് അത് ഈ വലിയ ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രം. ആ പ്രഭവ കേന്ദ്രത്തിന് തൊട്ട് താഴെയുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ ആ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം അത് അനുഭവിച്ച ഇടങ്ങളാണ്. അവിടെ നിന്നും എത്രമാത്രം മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താൻ ഉണ്ട് എന്നുള്ളതൊക്കെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. പരമാവധി ആളുകളെ നമുക്ക് കണ്ടെത്തി
ആ ഞെട്ടിക്കുന്ന ദുരന്തത്തെ നമുക്ക് അതിജീവിച്ചേ മതിയാകൂ. റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ. ജീവൻ്റെ ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതും തിരിച്ചറിയാൻ ഈ റഡാർ പരിശോധനയിൽ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആശുപത്രികളിൽ നിരവധി പേർ ചികിത്സയിലുണ്ട്, ആയിരക്കണക്കിന് പേർ ക്യാമ്പുകളിലുണ്ട്. അങ്ങനെ ഒരു പ്രദേശമാകെ ഒന്നാകെ ഇല്ലാതായിപ്പോയി വയനാട്ടിൽ. ആ പുഞ്ചിരിമട്ടത്തു നിന്നും ഉത്ഭവിച്ച ആ ഉരുൾപൊട്ടലിൽ ഭയാനകമാണ് ശരിക്കും അപകടത്തിൻ്റെ പ്രഭവകേന്ദ്രമായിട്ടുള്ള പുഞ്ചിരിമട്ടത്തെ കാഴ്ചകൾ. വനംവകുപ്പ് പ്രദേശവാസികൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിയ ഇടത്തേക്ക് വി.വി. അരുണും അരുൺ പാലോടും എത്തിയിരുന്നു. ആ പുഞ്ചിരിമട്ടത്ത് വി.വി. അരുണും അരുൺ പാലോടും കണ്ടതെന്തൊക്കെയാണെന്ന് നോക്കാം. മട്ടം ഭാഗത്ത് ഈ ഉരുൾപൊട്ടലുണ്ടായതിന്റെ പ്രഭവ കേന്ദ്രം ഇപ്പോൾ അരുൺ പാലോടിന്റെ ക്യാമറയിൽ വരുന്ന ദൃശ്യങ്ങൾ ആ ഭാഗമാണ്. ഏതാണ്ട് ആ ഭാഗത്താണ് ഉരുൾ പൊട്ടി ഒലിച്ചത്. അവിടെ നിന്ന് തുടങ്ങിയ പൊട്ടലാണ്, ആ ഉരുളാണ് പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഈ വയനാട് ദുരന്തമായി മാറ്റിയ ആ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമാണിത്. ഇവിടെ നിന്ന് ഇത് ഫോറസ്റ്റിന്റെ ഏരിയയാണ്. പുഞ്ചിരി മട്ടം പ്രദേശ ജനവാസ മേഖലയിൽ നിന്ന് കുറെ കൂടി മുകളിലേക്ക് വരുമ്പോൾ ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, വനംവകുപ്പിന്റെ അധീനതയിലുള്ള പ്രദേശമുണ്ട്. നമുക്കിപ്പോഴും അവിടെ നിന്ന് കാണാം പാലായിപ്പാറയിൽ നിന്ന് ആ അരുവി ഉത്ഭവിച്ചു വരുന്നു. അത് ചെറിയ രീതിയിൽ വരുന്ന അവിടെ വലിയ ഉരുൾപൊട്ടലായി മാറിയിരിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ വലിയ റിസോർട്ടുകളാണ്, വനശ്രീ എസ്റ്റേറ്റ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിന്റെ എതിർവശത്തുള്ളത്. ഈ ഭാഗത്തു നിന്നാണ്, ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിലുള്ള ആ ഭാഗത്തു നിന്നാണ് ഈ ഉരുൾപൊട്ടൽ തുടങ്ങുന്നത്. അത് പൊട്ടിയൊലിച്ച് ഈ താഴേക്ക് വളരെ ശക്തിയോടെ വരികയായിരുന്നു. ഇതിന്റെ എതിർവശത്ത് 2019 ചെറിയ തോതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അന്ന് താഴെയുള്ള 2 വീടുകൾക്ക്, അതായത് ഈ ക്യാമറയുടെ വലതുവശത്തുള്ള പ്രദേശത്ത് ചെറിയ തോതിൽ ഉരുൾപൊട്ടൽ 2019 ഉണ്ടായിരുന്നു. അവിടെ അത് താഴെയുള്ള 1-2 വീടുകൾ കേടുപാട് വന്നതാണ് അന്ന് സംഭവിച്ച അപകടം. പക്ഷേ അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ 2024 ആകുമ്പോൾ അത് വലിയ ഒരു ഉരുൾപൊട്ടലായി മാറി. ഇതിന്റെ സൂചനകൾ തലേ ദിവസം തന്നെ ഇവിടെ പലർക്കും ലഭിച്ചിരുന്നു. ഏതായാലും ഈ ഭാഗത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. അവിടെ ഇപ്പോഴും അതിശക്തമായി വെള്ളം ഒഴുകി വരുന്നു. ഇവിടേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിക്കാൻ വനംവകുപ്പ് തയ്യാറെടുക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ വടം കെട്ടി ഇവിടെ നിരോധിത മേഖലയിലേക്ക് ആരെയും കയറ്റിവിടാതിരിക്കാനുള്ള ശ്രമത്തിലാണ്.